എന്റെ ഈശ്വര, ഞാൻ എത്ര വലിയ ചതിയിലായിരുന്നു പെട്ടിരുന്നത്. അരുൺ എന്നെ സ്നേഹിക്കില്ലായിരുന്നു, വഞ്ചിക്കായിരുന്നു. എന്റെ ജീവനേക്കാളേറെ ഞാൻ അരുണിനെ സ്നേഹിച്ചിട്ടില്ലേ? എന്നിട്ട് എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു വിധി? ദേ, എന്തമ്മ, എന്താ വിളിച്ചത്? ഇവിടെ വായ തുറന്ന് കിടക്കാണോ നീ? അല്ലമ്മ, ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ഇതിന് മാത്രം എന്താടി നിനക്ക് കിടന്ന് ആലോചിക്കാൻ? എന്തിനമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയുന്നത്? അല്ല, കാലിലിരുത്തി പുന്നാരിക്കാം, അതിന് പറ്റിയ പ്രായമല്ലേ നിനക്ക്? രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആര് പറഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞെന്ന്? ഞാൻ കഴിച്ച ഫുഡിന്റെ പാത്രം നീ കഴിക്കോ? അതമ്മയ്ക്ക് തന്നെ അങ്ങ് കഴിക്കാ പോരെ. എന്തിനാണ് അമ്മ എന്നെ അടിച്ചത്? മര്യാദയ്ക്ക് വന്ന് പാത്രം കഴുകി വെക്ക്. ഇന്നലെ രാത്രി 11 മണിക്കാ നീ ഈ വീട്ടിലേക്ക് കയറി വന്നത്. കുടിച്ച് കൂത്താടി നടക്കുന്ന നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടാണെങ്കിലും ഇപ്പോ ഇത് എന്റെ പേരിലാ. നിനക്കിവിടെ ഓശാരത്തിന്, അത് എന്റെ ഔദാര്യത്തിന് മാത്രമേ ജീവിക്കാൻ പറ്റൂ. വേണമെങ്കിൽ ഞാൻ പറയുന്ന പണി കേട്ട് ഇവിടെ ജീവിച്ചോ, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ. ഇത് എന്റെ അമ്മയുടെ അവകാശത്തിൽപ്പെട്ട വീടായിരുന്നു. ആ തള്ള ചത്ത് മറന്നിട്ട് എത്ര കാലായിടി? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ മുതലക്കണ്ണീര് കാണാൻ എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞതൊന്ന് കേക്ക്. എന്റെ ഈശ്വര, എന്ത് വിധിയാ അത്? ഈ നരകത്തിന്ന് എപ്പോഴാ എനിക്കൊരു രക്ഷ? സാറ് കുളിക്കാൻ പോവാണോ? എന്താ പ്രീതി, താൻ എന്നെ കുളിക്കാനും സമ്മതിക്കില്ലേ? ഞാൻ പറഞ്ഞോ സാറിനോട് കുളിക്കണ്ടെന്ന്? എന്റെ പൊന്നെ പ്രീതി, താൻ ഇങ്ങനെ ചിരിക്കല്ലേ, എന്റെ കൺട്രോൾ പോകുന്നു. ചിരിച്ചാൽ എന്താക്കും? ചിരിച്ചാ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ തരും. എന്നാത്താ? വേണോ? വേണം. എന്നാ തരട്ടെ. അയ്യടാ മനമേ, അത് കാത്തിരുന്നോ. അതൊന്നും ഇപ്പൊ വേണ്ട കേട്ടോ. താൻ എന്നെ കൊതിപ്പിച്ച് കടന്നു കളയാണോ? അങ്ങനെ കൂട്ടിക്കോ. ആരാ എന്നെ ജാമ്യത്തിലിറക്കിയേ? പോലീസുകാർ പറഞ്ഞല്ലോ പുറത്തുണ്ട് ആളെന്ന്. ഞാനാ നിന്നെ ജാമ്യത്തിലിറക്കി. നീയോ? നീ ഏതാ? നിനക്ക് പെട്ടെന്ന് എന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ ഒരാളെ പേര് പറഞ്ഞാൽ മനസ്സിലാവും. ആരാ? നീ എന്തിനാ എന്നെ ഇറക്കിയത്? ഈ തുഷാരയ്ക്ക് ഗുണമില്ലാത്തതൊന്നും തുഷാര ഇതുവരെ ചെയ്തിട്ടില്ല. എന്നെപ്പോലെ ഒരുത്തനെ ജാമ്യത്തിലിറക്കിയിട്ട് നിനക്ക് എന്ത് ഗുണം ഉണ്ടാവാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ലാഭമില്ലാത്ത ബിസിനസ് ഞാൻ ചെയ്യാറില്ലെന്ന്. നിനക്ക് എന്ത് ലാഭമാണ് എന്നെ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്? ഇപ്പോ നിന്റെ മെയിൻ ശത്രു ആരാ? ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. അവളാ എന്റെ ശത്രു. അതാരാന്നാ ഞാൻ ചോദിച്ചത്. പ്രീതി. എന്നാൽ എന്റെ ശത്രുവും പ്രീതി തന്നെയാണ്. നീ കേട്ടിട്ടില്ലേ, ശത്രുവിന്റെ ശത്രു മിത്രമെന്ന്? അപ്പോ നിന്റെ ശത്രു എന്റെ ശത്രു ആവുമ്പോൾ നീ എനിക്ക് മിത്രമല്ലേ? അതെ, ഈ ലോകത്ത് ഞാൻ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പ്രീതിയെയും അവളെ കൂടെ വന്ന ആ സാറിനെയാണ്. സാറിനെ നീ നശിപ്പിക്കണ്ട, സാറിനെ എനിക്ക് ആവശ്യമുണ്ട്. എന്നാ പ്രീതിയെ ഞാൻ നശിപ്പിക്കും. നശിപ്പിക്കണം. അവളെ എനിക്ക് തകർക്കണം. അതിന് നീ എന്നെ സഹായിക്കോ? അതിനല്ലേ ഞാൻ വന്നത്. നിനക്കെന്താ പ്രീതിയോട് ഇത്ര ദേഷ്യം? അവളുടെ കൂടെ വന്ന ആദിയില്ലേ, ആദി സാർ എന്റെ മാത്രമാണ്. ഇപ്പോ ആദി സാറിന് അവളോട് പ്രണയമാണത്രേ. അതെനിക്ക് തകർക്കണം. അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. അതിനാ ഞാൻ നിന്നെ പുറത്തിറക്കിയത്. ഞാൻ നിന്നെ സഹായിക്കാം. അതെനിക്ക് വെറുമൊരു സഹായമല്ല, എന്റെ ആവശ്യം കൂടിയാണ്. പ്രീതിയെ നീ എടുത്തോ, ആദി സാറിനെ എനിക്ക് തിരിച്ചു തരണം. പ്രീതിയോ? എന്നെ ജയിലിൽ കുടുക്കാൻ സഹായിച്ചവളെ എനിക്ക് വേണ്ട. അവളുടെ ജീവിതം എനിക്ക് നശിപ്പിച്ചാൽ മതി. തൊലിവെളുപ്പുള്ള ഒരു പണച്ചാക്കിനെ കണ്ടപ്പോ അവൾ എന്നെ മറന്നു. അവൾക്ക് അവനൊരിക്കലും കിട്ടില്ല. അതെ, ആദി സാർ എനിക്ക് മാത്രമുള്ളതാണ്. അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പിനും ഞാൻ തയ്യാറാണ്.
നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ എന്തും ഇനി നടക്കും. നടത്തിക്കും നമ്മൾ.